ജീവിത സായാഹ്നങ്ങളിൽ ഒറ്റപ്പെടുന്ന വാർദ്ധക്യത്തിന്റെ നൊമ്പരങ്ങൾ. ഇനിയും നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്ന ശേഷ ജീവിതത്തിന്റെ കർമ്മസത്യം. വാർദ്ധക്യം ജന്മസാഫല്യത്തിന്റെ അനുഗ്രഹമാണ്. വാർദ്ധക്യത്തെ അവഗണിക്കുന്ന പുതുതലമുറയുടെ കർമ്മബോധത്തിന് നിത്യവും തേടുന്നു മത്സരം, എല്ലാം ഒരർത്ഥാലങ്കാരോക്തി ചെയ്ത ചെയ്തി. സത്യത്തിൽ മാനുഷരേവരും ഒന്നുതാൻ, വ്യക്തികൾ വാസനാമാത്ര ഭിന്നർ. സന്തതം മിഹിരനാത്മശോഭയും സ്വന്തമാം മധുകൊതിച്ച വണ്ടിനും ചന്തമാർന്നരുളി നിൽക്കുമോമലേ ഹന്ത ധന്യമിഹ നിന്റെ ജീവിതം. ചാരം തേച്ചു പിരിച്ച ചെഞ്ചടകളിൽ ചേരുന്ന രുദ്രാക്ഷവും പാരം കോപരസം കലർന്ന മിഴിയും മാന്തോൽമരം ചാടിയും ഊരം ചേർന്ന കുഠാരമല്ല കൊടിലും കൈക്കൊണ്ടുമങ്ങാതെയാ പൂരത്തിങ്കൽ നടന്നിടുന്നൊരുവരെ കൂസാതെ ഗോസായിമാർ. കരുതുവതിര ചെയ്യ വയ്യ ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം. പരഹിതമറിഞ്ഞുകൂടയായു സ്ഥിരതയുമില്ലതീ നിന്ദ്യമീനരത്വം. ജി കെ സാറെന്താ വല്ലാണ്ടിരിക്കണേ? ഏയ്, നമുക്കൊക്കെ എപ്പോഴും ഒരുപോലെ സുഖം ഉണ്ടാവോ? സുഖം ഉണ്ടാക്കണം. നമ്മളൊക്കെ ആദ്യം മനസ്സിനും ചിന്തകൾക്കും വാർദ്ധക്യം കൽപ്പിക്കും. നടക്കാത്ത മോഹങ്ങൾക്ക് യൗവനവും. പിന്തിരിഞ്ഞു നോക്കിയാ ശരിക്കും സന്തോഷിക്കേണ്ടവരല്ലേ നമ്മൾ? ഇല്ലത്ത് ഇളയ മകന്റെ ഭാര്യ ദുബായിൽ വന്നിട്ടുണ്ട്. ഇനി ആ കുട്ടി അമേരിക്കയിലേക്ക് പോകണമെന്നാ പറഞ്ഞേ. മൂത്ത മകനും ഭാര്യയും കുട്ടികളും അവിടെ ഉണ്ടല്ലോ. ഇളയ മകനും വേണമെങ്കിൽ പോവാം, പക്ഷെ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവില്ല. മക്കൾക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ ഈ വൃദ്ധസാധനത്തിൽ വന്നത്. ചെയ്യേണ്ട കർത്തവ്യങ്ങളെല്ലാം ചെയ്തു തീർത്തു. എല്ലാ മക്കളെയും നല്ല നിലയിലാക്കി. ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വസ്ഥമായൊരിടം. അതിന് അവരോടൊപ്പമുള്ള നഗരജീവിതം ഒരു തടസ്സമാവും. ഞങ്ങളെ സംബന്ധിച്ച് ഈ ശരണാലയത്തിലെ ജീവിതം ഒരു സുഖം തന്നെയാ. തൊട്ടടുത്ത് അമ്പലം, രാവിലെയും വൈകിട്ടും തൊഴാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു കാര്യല്ലേ. വൈകുന്നേരങ്ങളിലെ ഈ സദസ്സും. എത്ര തന്നെയായാലും പ്രായമാവുമ്പോ മക്കളും പേരക്കുട്ടികളും കൂടെ ഉണ്ടാവാന്നുള്ളത് സുഖമുള്ള കാര്യം തന്നെയാ. ഞാൻ പോവാ.
ഐസക് വാ. വാ ഇരിക്കേ. എന്താടോ തിരിച്ച് അമേരിക്കയിലേക്കൊന്നും പോകണ്ടെന്ന് വെച്ചോ? ഏയ്, അടുത്ത ആഴ്ച പോകും. 2 വർഷം കൂടി കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നാട്ടിലൊന്ന് സെറ്റിൽ ആവാൻ. കവിത ഇവിടെ ഇല്ലേ? ഞാനിവിടെ ഉണ്ട്. നിങ്ങളിതേ സംസാരിച്ചിരിക്കും. എനിക്ക് പുറത്ത് അല്പം ജോലിയുണ്ട്. കവിതയുടെയും മോളുടെയും ഫ്ലൈറ്റ് ടിക്കറ്റ് ശരിയായിട്ടുണ്ട്. മനുവിന്റെ അച്ഛന്റെ കാര്യം എന്താ ചെയ്യുക? അച്ഛനെ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലാക്കാനാ മനുവേട്ടൻ പറഞ്ഞിരിക്കണേ. ശരണാലയത്തിലെ എമൗണ്ട് ഇത്തിരി കൂടുതലാണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അച്ഛനോട് പറഞ്ഞു? ഏയ്, പറഞ്ഞിട്ടില്ല. മിനിമോളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അച്ഛനത് ഷോക്കാവും. മുത്തച്ഛ ഈ ബലൂണൊന്ന് വീർപ്പിച്ചു തരോ? മുത്തച്ഛ എന്തിനാ കരയുന്നേ? ഹലോ കവിത. മനുവിനെ വിളിച്ചിരുന്നു. അച്ഛനെ ശരണാലയത്തിലാക്കിയോ? ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ട്രീറ്റ്മെന്റ് 100% ഓക്കെയാണ്. ഹേയ്, പേടിക്കൊന്നും വേണ്ട. എന്റെ അച്ഛനാക്കിയിട്ട് 2 വർഷമായില്ലേ. പിന്നെ പോകുന്ന കാര്യമൊക്കെ ഓക്കെ അല്ലേ? ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഹായ് കുക്കു. പെൻഷന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടോ? പഞ്ചായത്തിൽ നിന്ന് ഫയലുകളൊക്കെ ഇടിപ്പിച്ചു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മറ്റേ നമ്മുടെ ഗോപാലനവിടെ ഉണ്ടായിരുന്നു. ഹലോ. ആരൊക്കെ ഈ പറഞ്ഞേ? ഉമ്മതാ. അച്ഛന് ഇവിടെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നാളെ 11 മണിക്കാ ഫ്ലൈറ്റ്. രാവിലെ തന്നെ എയർപോർട്ടിൽ എത്തണമെന്ന് ഐസക്കേട്ടൻ പറഞ്ഞിട്ടുണ്ട്. മോളെ, എനിക്ക് പോകണ്ട. എന്താ ജിക്കെ പതിവില്ലാതൊരു വിഷമം? നാളെ മിന്നുമോളുടെ പിറന്നാളാ. ദീപാരാധന തുടങ്ങാറായി. വരിക.
എന്തു പറ്റി? GK സാറ്? ഒരു നെഞ്ചുവേദന. രാത്രി ഒരു 2 മണിയായി കാണും. ബോഡി മെഡിക്കൽ കോളേജിന് കൊടുത്തു. എന്റെ ദേവി, മകനെ വിവരം അറിയിച്ചില്ലേ?